നമസ്കാരം. എല്ലാവർക്കും സാദര പ്രണാമം. നമ്മൾ ഒരിടവേളയ്ക്ക് ശേഷം തമ്മിൽ ഒന്ന് കാണാണ്. ഇത്തവണ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത വിചാരം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. സാക്ഷാൽ ശിവനാരായണൻ്റെ പ്രഥമപുത്രനായിട്ടുള്ള ബ്രഹ്മാവിലൂടെയാണ് ജ്ഞാനം അദ്ദേഹം സനന്ദൻ, സനൽകുമാരൻ, സനാതനൻ മുതലായിട്ടുള്ള ആളുകളിലേക്കും ശ്രീനാരദൻ അങ്ങനെയൊക്കെയുള്ള ആളുകളിലൂടെ അങ്ങനെ ജ്ഞാനം പ്രകാശിപ്പിച്ചത്. അപ്പോൾ ഇത് സാധാരണക്കാർക്ക് പ്രാപ്യമല്ല എന്നതുകൊണ്ട് ഭഗവാൻ തന്നെ സ്വയം വ്യാസനായിട്ട് അവതരിക്കേണ്ടായി എന്നും നിങ്ങൾക്കറിയാലോ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിതയെ വാസിഷ്ഠായ നമോ നമ, അങ്ങനെയാണല്ലോ പറയാം. അങ്ങനെയുള്ള ആ ഭഗവാൻ വ്യാസൻ എല്ലാ സാരങ്ങളും ഉൾക്കൊള്ളുന്ന വിധത്തിൽ 2000 അധ്യായങ്ങളും 18 പർവ്വങ്ങളും 1,00,000 ശ്ലോകങ്ങളും ഉള്ള മഹാഭാരതത്തെ രചിക്കേണ്ടായി. എന്നിട്ടും അത് സാധാരണക്കാരിലേക്ക് അങ്ങ് എത്തുന്നില്ല. സ്ത്രീശൂദ്രന്മാർക്കും മറ്റുമൊക്കെ അപ്രാപ്യമായി കാണുന്നു എന്ന് കണ്ടപ്പോഴാണ് വീണ്ടും അതിലെ 18 പർവ്വങ്ങളിൽ ഭീഷ്മപർവ്വത്തിലെ ആ പർവ്വം നിങ്ങൾക്കറിയാം അല്ലേ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഏതൊക്കെയാണത്. ആദിപർവ്വം, സപപർവ്വം, വനപർവ്വം, വിരാടപർവ്വം, ഉദ്യോഗപർവ്വം, ഭീഷ്മപർവ്വം, ദ്രോണപർവ്വം, കർണപർവ്വം, ശാല്യപർവ്വം, സൗപ്തികപർവ്വം, സ്ത്രീപർവ്വം, ശാന്തിപർവ്വം, അനുശാസനപർവ്വം, അശ്വമേധികപർവ്വം, ആശ്രമവാസികപർവ്വം, മൗശലപർവ്വം, മഹാപ്രസ്ഥാനികപർവ്വം, സ്വർഗാരോഹണ പർവ്വം. അതിലെ ഭീഷ്മപർവ്വത്തിലെ 700 ശ്ലോകങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീത. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഗീതയും ഗംഗയും പരമാരാധ്യങ്ങളാണ് എന്നാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആ ഗീത നമുക്കൊന്ന് ചെറിയ തോതിലൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എന്തിന് ചെയ്യുന്നു എന്നറിയണമല്ലോ. ആ നിലയിൽ ഗീതയുടെ മാഹാത്മ്യത്തെപ്പറ്റി നമുക്കൊന്ന് ഓർക്കാം. ഭൂമിദേവി ഒരിക്കൽ ഭഗവാനോട് ചോദിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? ധരോവാച, ഭൂമിദേവി പറഞ്ഞു, ഭഗവൻ പരമേശാന ഭക്തിരവ്യഭിചാരിണി പ്രാരബ്ധം ഭുജ്യമാനസ്യ കഥം ഭവതി ഹേ പ്രഭോ. എന്ന് വെച്ചാൽ, അല്ലയോ സർവേശ്വരനും സർവസമർത്ഥനുമായ ഭഗവാനെ, പ്രാരബ്ധ കർമാനുസരണമായ ബഹുവിധ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്ന ഒരുവന് നിന്തിരുവടിയുടെ പാദപത്മത്തിൽ അചഞ്ചലമായ ഭക്തി എങ്ങനെ ഉണ്ടാവും? ഇതാണ് ദേവി ചോദിക്കുന്നത്. അതിന് ഭഗവാൻ പറയുന്ന മറുപടി, വിഷ്ണുരുവാച, ഭഗവാൻ പറഞ്ഞു, പ്രാരബ്ധം ഭുജ്യമാനോ ഹി ഗീതാഭ്യാസരത സദാ സമുക്ത സസുഖീ ലോകേ കർമ്മണ നോപലിപ്യതേ. പ്രാരബ്ധത്തെ അനുഭവിക്കുന്നവനായിരുന്നാലും നിരന്തരം ഗീതയെ അഭ്യസിക്കുന്നവൻ ആരായിരുന്നാലും അവൻ മുക്തനും സുഖമുള്ളവനുമായി ഇരിക്കും. ഈ ലോകത്ത് ഈ ജന്മത്തിൽ അവൻ ചെയ്യുന്ന പുണ്യപാപരൂപ കർമ്മങ്ങളൊന്നും ഇനി മറ്റൊരു ജന്മത്തിന് കാരണമായി വരില്ല. പൂർവജന്മകൃത ഫലമായിട്ടുള്ള പ്രാരബ്ധം അനുഭവിച്ച് കഴിയും. ഇനിയൊരു ജന്മത്തിന് കാരണമായ കർമ്മഫലം ഇല്ലാതെയും വരും. അതിനാൽ അവൻ മുക്തനാകും ആണ്. മഹാപാപാതിപാപാനി ഗീതാധ്യാനം കരോതി ചേത് ക്വചിൽ സ്പർശം ന കുർവന്തി നളിനീതലം അമ്പുവത്. നളിനീതലം എന്ന് പറയുമ്പോൾ താമരതലം, അമ്പുവത് ജലം എന്നതുപോലെ. അപ്പോൾ ഏതൊരുവനായാലും ഗീതയിൽ ഞാൻ ഉപദേശിച്ചതിനെ ധ്യാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ മഹാപാപാദികളായ യാതൊരു പാപങ്ങളും താമരതലത്തിൽ ജലം എന്നതുപോലെ അവനെ ബാധിക്കില്ല എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ പുണ്യവും ജന്മകാരണമാകയാൽ മുക്തനാവാൻ സാധിക്കുകയില്ല. മുക്തനാകും എന്ന ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഗീതാധ്യാനം ചെയ്യുന്നവനെ ഒരുവിധ കർമ്മവും ബാധിക്കയില്ല എന്ന് ധരിക്കണം എന്നാണ്. പുണ്യഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും ജന്മം സിദ്ധിക്കും. ജന്മമുണ്ടായാലോ പിന്നെ
മരണം വരികയും ചെയ്യും. ഗീതായാ പുസ്തകം യത്ര യത്ര പാഠപ്രവർത്തതേ തത്ര സർവാണി തീർത്ഥാനി പ്രയാഗാദീനി തത്ര വൈ. ഗീതാപുസ്തകം എവിടെയുണ്ടോ, ഗീതാപാഠം എവിടെ നടക്കുന്നുണ്ടോ, അവിടെ പ്രയാഗ മുതലായ സർവ്വതീർത്ഥങ്ങളും സന്നിധാനം ചെയ്യുന്നു എന്നാണ്. തീർത്ഥസ്നാനഫലം നൽകുന്ന തീർത്ഥദേവതകൾ അവരുടെ ദിവ്യരൂപങ്ങളോടുകൂടി തന്നെ ആ സ്ഥലത്തിൽ എത്തുന്നു എന്ന് മനസ്സിലാക്കണം എന്നാണ്. സർവേ ദേവാചർഷയോ യോഗിനപ്പന്നകാചയേ ഗോപാല ഗോപികാവാപി നാരദോദ്ധവ പാർഷദേ സഹായോ ജായതേ ശീഘ്രം എത്ര ഗീതാ പ്രവർത്തതേ. ഗീതാപാഠം നടക്കുന്ന ദിക്കിൽ എല്ലാ ദേവന്മാരും ഋഷികളും യോഗികളും സർവ്വദേവതകളും ഗോപാലന്മാരും ഗോപികളും നാരദർ ഉദ്ധവർ മുതലായ ഭക്തന്മാരോടുകൂടെ പാഠകർത്താവിനെയും കേൾക്കുന്നവരെയും അനുഗ്രഹിപ്പാൻ സന്നിധാനം ചെയ്യും എന്നാണ്. എത്ര ഗീതാ വിചാരച്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതപൃഥ്വി നിവസാമി സദൈവ ഹി. ഹേ ഭൂമിദേവി, ഗീതാപാഠം, അർത്ഥവിചാരം, പാഠം നടത്തിക്കൽ, ശ്രവണം എന്നിവ ഏതേതു ദിക്കിൽ ഉണ്ടാകുന്നുവോ അവിടെയെല്ലാം ഞാൻ സ്ഥിരമായി വസിക്കും. ഞാൻ എന്ന് വെച്ചാൽ ഭഗവാന്റെ വാക്കാണ്, നിശ്ചയം എന്നാണ് പറയുന്നത്. ഗീതാശ്രയോഹം തിഷ്ഠാമി ഗീതാമേജോത്തമം ഗൃഹം ഗീതാജ്ഞാനമുപാശ്രിത്യ ത്രീൻ ലോകാൻ പാലയാമ്യഹം. ഗീതയെ ആശ്രയിക്കുന്നവനിൽ ഞാൻ വസിക്കുന്നുണ്ട്. ഗീത എൻ്റെ ഉത്കൃഷ്ട ഭവനം ആകുന്നു. ഗീതയിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന ജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് 3 ലോകങ്ങളെയും ഞാൻ രക്ഷിക്കുന്നത്. ഗീതാമേ പരമാവിദ്യ ബ്രഹ്മരൂപ ന സംശയ അർദ്ധമാത്രാക്ഷരാ നിത്യ സ്വാനിർവാചപദാത്മിക. ഗീത എൻ്റെ പരമജ്ഞാന സ്വരൂപമാകുന്നു, അതിനാൽ തന്നെ ബ്രഹ്മസ്വരൂപവും ആകുന്നു. ഗീതയിലെ അർദ്ധമാത്രമായ അക്ഷരവും കൂടെ നിർവചിപ്പാൻ കഴിയാത്ത പദവും നാശരഹിതവും ആകുന്നു. ശിതാനന്ദേന കൃഷ്ണേന പ്രോക്ത സുമുഖതോർജുനം വേദത്രയീ പരാനന്ദ തത്വാർത്ഥജ്ഞാന സംയുത. ജ്ഞാനാനന്ദ സ്വരൂപമായിട്ടുള്ള ശ്രീകൃഷ്ണനാകുന്ന ഞാൻ സ്വമുഖം കൊണ്ട് തന്നെ മറ്റൊരാൾ മുഖാന്തരമല്ല അർജുനൻ ഉപദേശിച്ചതായ ഗീത 3 വേദങ്ങളുടെ സാരഭൂതയും പരമാർത്ഥമായ തത്വത്തെ ബോധിപ്പിച്ച് പരമാനന്ദത്തെ നൽകുന്നതും ആണ്. ഗീതയുടെ സ്വരൂപം തന്നെ ജ്ഞാനവും ആനന്ദവുമാകയാൽ ഗീതയും ഞാനും ഒന്നാകുന്നു എന്ന് അറിയുക. യോഷ്ടാദശ ജപോ നിത്യം നരോ നിശ്ചലമാനസ ജ്ഞാനസിദ്ധിം സലഭതേ തതോ യാതി പരംപദം. ഏതൊരു മനുഷ്യൻ എല്ലാ ദിവസവും മനസ്ഥിരതയോടുകൂടെ 18 അധ്യായവും ജപിക്കുമോ അവൻ ജ്ഞാനസിദ്ധിയെയും തദ്വാര പരമപ്രാപ്യസ്ഥാനമായ എന്നെയും പ്രാപിക്കും. പാഠേ സമർത്ഥസമ്പൂർണേ തതോർത്ഥം പാഠമാചരേത് തഥാ ഗോദാനജം പുണ്യം ലഭതേ നാത്ര സംശയ. 18 അധ്യായവും സമ്പൂർണ്ണമായി പാഠം ചെയ്യാൻ അസമർത്ഥനാണെങ്കിൽ പകുതി അധ്യായം എന്ന് വെച്ചാൽ 9 അധ്യായം നിത്യവും പാഠം ചെയ്താൽ, നിത്യവും ഗോദാനം ചെയ്താൽ ഉണ്ടാകുന്ന പുണ്യം അവന് ലഭിക്കും. ഇതിൽ സംശയമേ വേണ്ട. ത്രിഭാഗം പാഠമാനസ്തു ഗംഗാസ്നാനഫലം ലഭേത് ഷഡംശം ജപമാനസ്തു സോമയാഗഫലം ലഭേത്. 6 അധ്യായം 3-1 ദിവസേന പഠിക്കുന്നവന് പ്രതിദിനം ഗംഗാസ്നാനഫലം ലഭിക്കും. 3 അധ്യായം 6-1 ജപിക്കുന്നവന് സോമയാഗം ചെയ്ത ഫലം സിദ്ധിക്കും. ഏകാധ്യായം തു യോ നിത്യം പഠതേ ഭക്തി സംയുത രുദ്രലോകമവാപ്നോതി ഗണോ ഭൂത്വാ വസേചിരം. നിത്യവും ഒരധ്യായം ഭക്തിയുക്തനായി പഠിക്കുന്നവൻ ദേഹാവസാനത്തിൽ രുദ്രലോകത്തിൽ പ്രവേശിക്കും. അവിടെ രുദ്രൻ്റെ ഗണത്തിൽ ഒരുവനായിട്ട് വളരെ കാലം വസിക്കും. അധ്യായം ശ്ലോകപാദം വാ നിത്യം യ പഠതേ നര സയാതി നരതാം യാവൻ മന്നന്തരം വസുന്ധരേ. ഏകാധ്യായമോ ഒരു ശ്ലോകമോ ഒരു പാദമോ ഏതൊരുവൻ നിത്യവും പഠിക്കുന്നുവോ അവൻ ഒരു മന്വന്തരം അവസാനിക്കുന്നതുവരെ 17 ചതുർയുഗകാലം മനുഷ്യനായി തന്നെ ജനിക്കും. അതിൽ താഴ്ന്ന ജന്മം അവന് സിദ്ധിക്കുകയില്ല. എന്ന് വെച്ചാൽ 84 ലക്ഷം വരെ ജീവന്മാരുണ്ട്. അതിൽ ഉത്കൃഷ്ട ജന്മമാണല്ലോ മനുഷ്യൻ്റെ.
അതാണ് പറയുന്നത്. ഗീതായാ ശ്ലോകദശകം സപ്ത പഞ്ചചതുഷ്ടയം ദ്രൗതീനേകം തദർത്ഥം വാ ശ്ലോകാനം വ്യപഠേന്നര ചന്ദ്രലോകമവാപ്നോതി വർഷാണാമയിതം ധ്രുവം ഗീതാപാഠസമായുക്തോ മൃതോ മാനുഷതം വൃചേത്. ഗീതയിൽ നിന്ന് 10, 7, 5, 4, 3, 2, 1 അതിൻ്റെ പകുതിയോ ശ്ലോകം ഏതൊരു മനുഷ്യൻ പഠിക്കുന്നുവോ ആ മനുഷ്യൻ മരിച്ചതിന് ശേഷം ജീവൻ ചന്ദ്രലോകത്തെ പ്രാപിക്കും. അയുധവർഷക്കാലം അവിടെ വസിക്കും. അനന്തരം വീണ്ടും മനുഷ്യനായിട്ട് ജനിക്കും. ഗീതാഭ്യാസം പുനഃകൃത്വാ ലഭതേ ഭക്തിമുക്തതാം. ഗീതാഭ്യാസം പുനഃകൃത്വാ ലഭതേ ഭക്തിമുത്തമാം. ഗീതേത്യുച്ചാരസംയുക്തോ മ്രിയമാണോ ഗതിം ലഭേത്. പിന്നെയും ജന്മാന്തര വാസനാനുസരണം ഗീതാഭ്യാസം ചെയ്തിട്ട് പുനരാവൃത്തിയില്ലാത്തതായ മുക്തിയെ പ്രാപിക്കും. മരണസമയത്തിൽ ഗീതയെന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്നവന് പരമഗതി സിദ്ധിക്കും. ഗീതാർത്ഥശ്രവണാസക്തോ മഹാപാപയുതോ വിവാ വൈകുണ്ഠം സമവാപ്നോതി വിഷ്ണുനാ സഹമോദതേ. ഗീതാർത്ഥം കേൾക്കുന്നതിൽ ആസക്തിയുള്ളവൻ മഹാപാപമുള്ളവനായിരുന്നാൽ കൂടിയും മരണാനന്തരം വൈകുണ്ഠത്തിൽ ചെന്ന് വിഷ്ണുവിനോടുകൂടെ ഇരുന്ന് ആനന്ദം അനുഭവിക്കും. ഗീതാർത്ഥം ധ്യായതേ നിത്യം കൃത്വാ കർമാണി ഭൂരിശ ജീവൻ മുക്ത സവിജ്ഞേയ ദേഹാന്തേ പരമം പദം. അനേക കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിലും യാതൊരുവൻ ഗീതാർത്ഥത്തെ നിത്യവും ധ്യാനിക്കുന്നുവോ അവൻ ജീവൻ മുക്തനാണ് എന്ന് ധരിക്കണം. അവസാനത്തിൽ പരമപദം അവന് ലഭിക്കുകയും ചെയ്യും. ഗീതാമാശ്രിത്യ ബഹവോ ഭൂഭുജോ ജനകാദയ നിർധൂതകന്മഷാലോകേ ഗീത യാതാ പരംപദം. ഗീതയെ ആശ്രയിച്ചിട്ട് ജനകൻ മുതലായ അനേകം രാജാക്കന്മാർ ലോകത്തിൽ കീർത്തി സമ്പന്നന്മാരായും പാപമില്ലാത്തവരുമായിട്ട് പരമപദം പ്രാപിച്ചിട്ടുണ്ട് എന്നാണ്. ഗീതായാ പഠനം കൃത്വാ മാഹാത്മ്യം നൈവയ പഠേത് വൃഥാ പാഠോ ഭവേത്തസ്യ ശ്രമേവഹ്യുദാഹൃത ശ്രമേവഹ്യുദാഹൃത. ഗീത പഠിച്ചതിന് ശേഷം മാഹാത്മ്യം പഠിക്കാതിരുന്നവൻ്റെ ആ പരിശ്രമം നിഷ്ഫലമാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. മാഹാത്മ്യ ജ്ഞാനത്തോടുകൂടി തന്നെ ഗീതാപാഠം കർത്തവ്യം എന്നാണ് അതിൻ്റെ സാരം. ഏതൻ മാഹാത്മ്യ സംയുക്തം ഗീതാഭ്യാസം കരോതിയ സതൽ ഫലമാപ്നോതി ദുർലഭം ഗതിമാപ്നിയാത്. ഈ മാഹാത്മ്യത്തോടുകൂടെ ഏതൊരുവൻ ഗീതാഭ്യാസം ചെയ്യുന്നുവോ അവൻ മറ്റു വിധത്തിൽ സിദ്ധിപ്പാൻ പ്രയാസമുള്ള പരമഗതി എന്ന ഫലത്തെ തന്നെ പ്രാപിക്കും. സൂത ഉവാച്. സൂതൻ പറഞ്ഞു, മാഹാത്മ്യമേതൽ ഗീതായ മയാ പ്രോക്തം സനാതനം ഗീതാന്തേ ച പഠേദ്യസ്സോ യദുക്തം തൽ ഫലം ലഭേത്. സനാതനമായ ഗീതയുടെ ഈ മാഹാത്മ്യം ഞാൻ നിങ്ങളോട് ശൗനാദികളോട് പറഞ്ഞു കഴിഞ്ഞു. ഗീത പാഠാവസാനത്തിലും യാതൊരുവൻ ഈ മാഹാത്മ്യം പഠിക്കുന്നുവോ അവന് ഇതിൽ പറഞ്ഞ ഫലം സമ്പൂർണ്ണമായി ലഭിക്കും. ഗീത പാഠം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും മഹാത്മ്യ പഠനം വേണം എന്നാണ് അതിൻ്റെ സിദ്ധാന്തം. ഇത് ശ്രീ വരാഹപുരാണേ ഗീത മഹാത്മ്യം സമ്പൂർണ്ണം. ഗീത ധ്യാനശ്ലോകം നമുക്കൊന്ന് ഓർക്കാം. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണിം ഭഗവതിം അഷ്ടാദശാധ്യായിനിം അംബ ത്വാമനുസന്ധദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണിം. സാക്ഷാൽ ശ്രീനാരായണ ഭഗവാൻ അർജുനന് ഉപദേശിച്ചതും പുരാണമുനിയായ വ്യാസഭഗവാൻ മഹാഭാരതം എന്ന ഗ്രന്ഥത്തിൻ്റെ മധ്യത്തിൽ ഭീഷ്മപർവത്തിൽ ശ്ലോകരൂപേണ നിബന്ധിച്ചതും അദ്വൈതമാകുന്ന അമൃതത്തെ വർഷിക്കുന്നതും ജ്ഞാനാദികളായ 6 ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതും 18 അധ്യായങ്ങളും ഉള്ളതായ അമ്മേ ഭഗവത്ഗീതയെ സംസാരദോഷങ്ങളെ ദൂരീകരിക്കുന്ന നിന്തിരുവടിയെ ഞാൻ നിത്യവും മനസ്സിൽ ധരിച്ചുകൊള്ളുന്നു. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ
ഫുല്ലാരവിന്ദായുധ പത്മനേത്ര ഏന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. വ്യാസഭഗവാനെ വന്ദിക്കുകയാണ്. കാരണം ഏതൊരു കാര്യത്തിനും നമ്മൾ ആ ഗുരുസ്മരണ അനിവാര്യമാണ്, അവിഭാജ്യമാണ് എന്നാണ്. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തി എന്നാണല്ലോ. അല്ലയോ വിശാലബുദ്ധിയും വികസിച്ച ചെന്താമരപ്പൂവിൻ്റെ ദളം പോലെ നീണ്ട് പ്രസന്നനുമായിരിക്കുന്ന നേത്രങ്ങളോടുകൂടിയ ശ്രീ വ്യാസഭഗവാനെ എൻ്റെ ഈ നമസ്കാരത്തെ അങ്ങേക്കായി സമർപ്പിക്കുന്നു. അങ്ങുന്നാണല്ലോ ഭാരതമാകുന്ന എണ്ണ നിറച്ചിരിക്കുന്ന വിളക്കിൽ ജ്ഞാനമാകുന്ന ദീപം പ്രകാശിപ്പിച്ചിരിക്കുന്നത്. പ്രപന്ന പാരിജാതായ തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദ്രുഹേ നമ. പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദ്രുഹേ നമ. ശരണം പ്രാപിച്ചവർക്ക് ചതുർവിധ പുരുഷാർത്ഥങ്ങളെ നൽകുന്ന പാരിജാതമായും ഒരു കയ്യിൽ ചമ്മട്ടിയും മറ്റൊരു കയ്യിൽ ജ്ഞാനമുദ്രയും ധരിച്ച് ഗീതയാകുന്ന അമൃതത്തെ വർഷിച്ചും കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഉപനിഷത്തുക്കളാകുന്ന പശുക്കൾ, കറക്കുന്നത് ഗോപനായ നന്ദൻ്റെ പുത്രൻ, കുടിക്കുന്ന കുട്ടി ബുദ്ധിമാനായ അർജുനൻ, കറന്നെടുത്തതോ മഹത്തായ ഗീതയാകുന്ന അമൃതം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. വസുദേവരുടെ പുത്രനും എല്ലാവരിലും ആത്മാവായിട്ട് സകലേന്ദ്രിയങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ദേവനും കംസൻ ചാണൂരൻ മുതലായ ദുഷ്ടന്മാരെ സംഹരിച്ച് ധർമ്മത്തെ സ്ഥാപിച്ച സർവേശ്വരനും ശ്രീ ദേവകീദേവിയെ അത്യന്തം ആനന്ദിപ്പിക്കുന്നവനും ജഗത്തിൻ്റെ സകല ജനങ്ങളുടെയും അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്ന ജ്ഞാനസ്വരൂപനുമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. ഭീഷ്മദ്രോണതട ജയധ്രതജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതീ കൃപേണ വഹിനി കർണേന വേലാകുല അശ്വത്ഥാമവികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവേരണനദി കൈവർത്തക കേശവ. ഭീഷ്മർ, ദ്രോണർ എന്നിവരാകുന്ന തീരങ്ങൾ, ജയദ്രഥനാകുന്ന ജലം, ഗാന്ധാരനാകുന്ന നീല പാറ, ശല്യരാകുന്ന മുതല, കൃപരാകുന്ന പ്രവാഹശക്തി, കർണനാകുന്ന വേലിയേറ്റങ്ങൾ, ദുര്യോധനനാകുന്ന ചുഴിക്കുത്ത്, ഇവയോടുകൂടിയ യുദ്ധമാകുന്ന ഭയങ്കര നദിയെ പാണ്ഡവന്മാർ കടത്തിവിടാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായതുകൊണ്ടാണല്ലോ ആ ഭഗവാനെ ആശ്രയിക്കുന്നവർ സംസാര സമുദ്രത്തെയും അനായാസേന കടക്കും. പരാശര്യവജസരോജമമലം ഗീതാർത്ഥഗന്ധോൽക്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പതേരഹര പേപീയമാനം മുത ഭൂയാത് ഭാരതപങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. വ്യാസരുടെ വാക്കാകുന്ന നിർമ്മല താമരപ്പൂവും ഭഗവത്ഗീതയുടെ അർത്ഥമാകുന്ന വാസനാപ്പൂവിലുള്ളതുകൊണ്ട് അതീവ ശ്രേഷ്ഠവും നാനാകഥകളാകുന്ന കേസരവും ഹരികഥകളെ വീണ്ടും വിധം ബോധിപ്പിക്കുന്നതിനാൽ വികസിതവും സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ എപ്പോഴും സന്തോഷത്തോടുകൂടെ ആസ്വദിക്കുന്നതുമായ ഭാരതമാകുന്ന താമരപുഷ്പം ഞങ്ങൾക്കുണ്ടാകാവുന്ന കലികാല ദോഷങ്ങളെ നശിപ്പിച്ച് ശ്രേയസ് നൽകുന്നതായി ഭവിക്കണേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യാതൊരുവൻ്റെ കാരുണ്യം മൂകനെ, വാഗ്മിയും പങ്കുവിനെ എന്ന് വെച്ചാൽ സംസാരിക്കാൻ കഴിയാത്തവനെ വാഗ്മിയും മുടന്തനെ മല കയറുന്നവനുമാക്കി തീർക്കുന്നുവോ പരമാനന്ദമൂർത്തിയും മായാധിനാഥനുമായ ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. അസാധ്യത്തെ സാധിപ്പിക്കുവാനും അലഭ്യത്തെ ലഭ്യമാക്കുവാനും
സമർത്ഥനും കരുണാനിധിയുമായ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്യന്തിതീം വേസവേ വേദേ സംഗവതക്രമോപനിഷതൈർഗായന്തിയം സാമഗ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണ ദേവായ തസ്മൈ നമഃ. ബ്രഹ്മാവ്, വരുണൻ, ഇന്ദ്രൻ, മരുദേവന്മാർ മുതലായവർ ദിവ്യങ്ങളായ സ്തോത്രങ്ങൾ കൊണ്ട് ആരെ സ്തുതിക്കുന്നുവോ, ആറംഗങ്ങൾ, പദങ്ങൾ, ക്രമങ്ങൾ, ഉപനിഷത്തുക്കൾ ഇവയോടുകൂടിയ വേദങ്ങളാൽ സാമവേദികൾ ആരെ കീർത്തിക്കുന്നുവോ, ധ്യാനനിഷ്ഠന്മാരായി മനസ്സുകൊണ്ട് യോഗികൾ ആരെ കാണുന്നുവോ, ദേവാസുര സമൂഹത്തിൽ ഉൾപ്പെട്ടവരാരും യാതൊരുവൻ്റെ പരമാവധിയെ അറിയുന്നില്ലയോ, അപ്രകാരമിരിക്കുന്ന ജ്യോതിർമയനായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. നമ്മൾ അടുത്ത എപ്പിസോഡ് മുതൽ കൊണ്ട് നമുക്ക് ഗീതാപാഠം ആരംഭിക്കാം. ഏവർക്കും നമസ്കാരം, നന്ദി.